നമ്മുടെ താരിഫുകൾ എത്രയും വേഗം കുറയ്ക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിൽ അമേരിക്ക ചൈനയുമായി നേർക്കുനേർ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമായ തന്ത്രപരമായ ഒരു സഖ്യത്തിൽ നമ്മളും ഭാഗമാകുന്നത് കണക്കിലെടുക്കണമെന്ന് ഞാൻ കരുതുന്നു. 2000കളുടെ തുടക്കത്തിൽ ലോകത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന അതേ മനോഭാവം ഇന്ത്യൻ വ്യവസായത്തിന് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിൽ US തിരിച്ചു വരികയും കൂടുതൽ തുല്യനായ ഒരു പങ്കാളിയാവുകയും ചെയ്യുമെന്ന സാധ്യത തുറന്നുവെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഹലോ, ഡീകോഡറിലെ ട്രാക്കിംഗ് ട്രംപിലേക്ക് സ്വാഗതം. ചൈനയും അമേരിക്കയും അവരുടെ വ്യാപാര സംഘർഷങ്ങൾ ഒരു പരിധിവരെ കുറച്ച, എന്നാൽ പൂർണ്ണമായല്ല. ഈ ദിവസം നമ്മൾ ഇന്ത്യ US വ്യാപാര യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ചൈന US കരാർ ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എന്ത് സ്വാധീനം ചെലുത്തും? അടുത്ത 1-2 വർഷം എങ്ങനെയായിരിക്കാം? കാരണം നയതന്ത്രത്തിലും മറ്റ് സമ്പദ് വ്യവസ്ഥകളുമായി ഇടപെടുന്നതിലും താരിഫുകളെ ഒരു ഉപകരണമായി ആയുധവൽക്കരിക്കുന്ന ട്രംപിന്റെ രീതി തുടരാനാണ് സാധ്യത. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഇല്ലാതാകാൻ പോകുന്ന ഒന്നല്ല. ഇന്ത്യ US വ്യാപാര കരാറിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ഈയിടെയായി ഒരുപക്ഷെ ഏറ്റവും അനുകൂലമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഇത് ഏത് തരത്തിലുള്ള ഒരു കരാറായിരിക്കും? ഇത് എങ്ങനെ ഇരുപക്ഷത്തിനും ഒരുപോലെ നേട്ടമുണ്ടാക്കുന്ന ഒന്നാകും? കൂടാതെ ഈ അനിശ്ചിതത്വങ്ങളിലുടനീളം പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണ് ചെയ്യേണ്ടത്? നമ്മോടൊപ്പം ഈ വിഷയത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ മുൻ RBI ഗവർണർ രഘുറാം രാജൻ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ചേരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നന്ദി മിസ്റ്റർ രാജൻ, ഡീകോഡറിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പ്രസിഡന്റ് ട്രംപിന്റെ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച, അതിൽ അദ്ദേഹം ചൈനയുടെ മേലുള്ള താരിഫുകളിൽ ഒരു 10% കുറവ് പ്രഖ്യാപിക്കുന്നത് കാണാം. അത് ഇപ്പോൾ 57% പകരം 47%. പ്രധാനമായും അപൂർവ ഭൗമധാതുക്കളുടെ മേലുള്ള ഈ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇനി അവർക്ക് ഉണ്ടാകില്ലെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച ഒന്നായിരുന്നു. പക്ഷേ അത് ഒരു വർഷത്തേക്ക് മാത്രമാണ്. US ചൈന ബന്ധത്തിലെ ഈ മഞ്ഞുരുക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ശരിയായ വാക്ക് മഞ്ഞുരുക്കം എന്ന് തന്നെയാണ്. അതൊരു ഒത്തുതീർപ്പാണ് ഈ വർഷം. ഇരുവശവും പരസ്പരമുള്ള ആശ്രിതത്വം, അതായത് പ്രധാന ആശ്രിതത്വങ്ങൾ കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നത് നമ്മൾ കാണും. US സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അപൂർവ ഭൗമധാതുക്കളുടെ ബദൽ വിതരണങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം എന്നതാണ് പ്രശ്നം. പിന്നെ ഏഷ്യയിലെ ചർച്ചകളിൽ തീർച്ചയായും ഓസ്ട്രേലിയയുമായും മറ്റുമുള്ള ചർച്ചകളിൽ ചിലത് നിങ്ങൾക്കറിയാമോ, ഈ വസ്തുക്കൾക്ക് ബദൽ സ്രോതസ്സുകൾ കണ്ടെത്തുക, അവയിലെ നിക്ഷേപവും വേഗത്തിലാക്കുക, അതുവഴി US കൂടുതൽ സ്വതന്ത്രമാകാൻ കഴിയും എന്നതാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് ആവശ്യമുള്ളതിന്റെ ഒരു ഭാഗം അവർ ചെയ്യുന്ന AI വേണ്ടിയുള്ള അതിവേഗ ചിപ്പുകളാണ്. സാധ്യമായതുവരെക്കൂ അത് തടസ്സപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇതിൽ ചിലത് ആ വിതരണങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമമായിരിക്കും. കൂടാതെ പതുക്കെയുള്ള ഒരു തരം സംരക്ഷണവാദം ഉണ്ടാകാതിരിക്കാനുമാണ്. കാരണം നിങ്ങൾക്കറിയാമോ, ട്രംപ് ഭരണകൂടം US ബിസിനസ്സുകളെ വിവിധ ചൈനീസ് ബിസിനസ്സുകളുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അതിനാൽ ഇരുവശവും പിൻവാങ്ങുകയാണ്. പക്ഷേ അവർ അവരുടെ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ഈ പിൻവാങ്ങൽ താൽക്കാലികമാണെന്ന് ഞാൻ കരുതുന്നു. മുന്നോട്ടു പോകുമ്പോൾ ഈ പൊട്ടിത്തെറി എത്ര തവണ സംഭവിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ഏതൊക്കെ വിഷയങ്ങളിൽ? കാരണം വ്യക്തമായും ഇരുവശത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള നിങ്ങൾക്കറിയാമോ പരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ പൊട്ടിത്തെറികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഈ വർഷത്തേക്ക് ഇതിനകം പരിഹരിച്ച പ്രശ്നങ്ങളിലല്ല, പക്ഷേ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഇത് രസകരമാണ്. പ്രസിഡന്റ് സിയുമായുള്ള ഈ കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പോലും ഡൊണാൾഡ് ട്രംപ്, എനിക്ക് തോന്നുന്നു 3 പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം US ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഇത് നടത്താൻ പോകുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇത് US ചൈന ബന്ധത്തിനും ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കും ഒരു പുതിയ മാനം നൽകുമെന്ന് ഞാൻ കരുതുന്നു.
അപ്പോൾ ഈ അനിശ്ചിതത്വം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ കാണുന്നു? കാരണം ഇപ്പോൾ താരിഫുകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് 50% ഏറ്റവും ഉയർന്ന താരിഫുകളാണ്. ചൈനയുടേത് ഇപ്പോൾ 47%. അപ്പോൾ വരുന്ന വർഷത്തിൽ ഇതെല്ലാം നമുക്ക് എന്താണ് അർത്ഥമാക്കാൻ സാധ്യതയുള്ളത്? ശരി, ഇത് തീർച്ചയായും ചില വ്യവസായങ്ങൾക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിഷയമാണ്. ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ. അവിടെ ഇതിനകം തന്നെ US-ലെ ഉത്സവ സീസൺ, ക്രിസ്മസ് ഷോപ്പിംഗ്, താങ്ക്സ് ഗിവിംഗ് ഷോപ്പിംഗ് എന്നിവ നമുക്ക് ഒരുപക്ഷെ നഷ്ടപ്പെടുന്നുണ്ട്. ചില കയറ്റുമതികൾ മുൻകൂട്ടി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരുപക്ഷെ തടസ്സപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കെട്ടിപ്പടുത്തതും നമ്മൾ ഭാഗമായി തീർന്നതുമായ വിതരണ ശൃംഖലകൾ സ്ഥിരമായി തടസ്സപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചില തുണിത്തര നിർമ്മാതാക്കൾ നിങ്ങൾക്കറിയാമോ, വലിയ US സ്റ്റോറുകൾക്കും വലിയ US ശൃംഖലകൾക്കും വിൽക്കുന്നുണ്ട്. അത് തടസ്സപ്പെടുകയും അവർ പുതിയ വിതരണ സ്രോതസ്സുകൾ കണ്ടെത്തുകയും ചെയ്താൽ അത് വീണ്ടെടുക്കാൻ കൂടുതൽ പ്രയാസമായേക്കാം. അതുകൊണ്ട് നമ്മുടെ താരിഫുകൾ വേഗത്തിൽ കുറയ്ക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് തൊഴിൽ തീവ്ര വ്യവസായമുള്ള US-ലേക്ക് ഒരു പരിധിവരെ മുന്നേറ്റം നടത്തിയ ഈ മേഖലകളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യാപിക്കാതിരിക്കുക എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് സാധനങ്ങളുടെ താരിഫുകളല്ല, മറിച്ച് അവർ സേവനങ്ങൾക്കുമേൽ താരിഫ് ചുമത്താനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇത് ഇപ്പോഴും ഒരു ഭീഷണിയാണ്. ഹയർ ആക്ട് ഉണ്ട്, അത് കോൺഗ്രസ് ചർച്ച ചെയ്യുകയാണ്. അത് പുറം കരാർ നൽകുന്ന സേവനങ്ങൾക്കുമേൽ താരിഫ് ചുമത്താൻ ശ്രമിക്കും. അതെങ്ങനെ നടപ്പിലാക്കുമെന്നത് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ കരുതുന്നു താരിഫുകളുടെ ഈ കടന്നുകയറ്റം സാധനങ്ങളിൽ നിന്ന് സേവനങ്ങളിലേക്കും, നിങ്ങൾക്കറിയാമോ, H1B റൂട്ടിലൂടെ US-ലേക്ക് വരുന്ന ഇന്ത്യൻ സന്ദർശകരിലേക്കും, ഇവയെല്ലാം ആശങ്കകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇവയെ ആശങ്കകളായി അടയാളപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. എനിക്ക് നിങ്ങളോട് H1B വിഷയത്തെക്കുറിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇന്ത്യ US വ്യാപാര ചർച്ചകളെ പ്രത്യേകമായി നോക്കുമ്പോൾ അത് ഇപ്പോഴും നടക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യാപാര കരാർ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചോദ്യം ഇതാണ്: ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമായ വ്യാപാര കരാർ എന്താണ്? അപ്പോൾ US ഭരണകൂടത്തിന്റെ ചർച്ചാ രീതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഉത്കണ്ഠയുടെ നിലവാരം വളരെ ഉയർത്തുകയും എന്നിട്ട് അത് കുറയ്ക്കുകയും ഇരുപക്ഷത്തും വിജയം പ്രഖ്യാപിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇരുവർക്കും ഗുണകരമായ, ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും ഉത്തരത്തിന്റെ ഒരു ഭാഗം ഇതാണ്: നമുക്ക് റഷ്യൻ എണ്ണയിൽ നിന്ന് അത്രയധികം പ്രയോജനം ലഭിക്കുന്നില്ല. റഷ്യക്ക് ഇത് മറ്റെവിടെയെങ്കിലും വിൽക്കാൻ കഴിയുമെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രയോജനം മിതമാണെന്ന് പറയുന്ന നിരവധി പഠനങ്ങളുണ്ട്. അത് ഒരു തരം വാഗ്ദാനമായി നമുക്ക് മുന്നോട്ട് വെക്കാം. അതായത്, നോക്കൂ, ഞങ്ങളുടെ എണ്ണ വാങ്ങുന്നവരെ റഷ്യയിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കില്ല. വാസ്തവത്തിൽ അവരിൽ ചിലർ ഇതിനകം തന്നെ US-ലേക്കും മറ്റ് ഉറവിടങ്ങളിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു കാര്യമാണ്. അത് നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ്, ഒഴിവാക്കാൻ കഴിയുന്നതാണ്. വ്യക്തമായും ഇവിടെ നീതിക്കും ന്യായത്തിനും വേണ്ടി വാശി പിടിക്കുന്നത് ഒട്ടും പ്രയോജനകരമാകാൻ പോകുന്നില്ല. അതിലുപരി എന്താണ് ഇവിടുത്തെ പ്രായോഗികമായ മാർഗം? എനിക്ക് തോന്നുന്നു കൂടുതൽ വലിയ ആശങ്കകൾ കൃഷി പോലെ നമ്മൾ ദുർബലമെന്ന് കരുതുന്ന ചില മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കാർഷിക ഉൽപാദകരെ ദോഷകരമായി ബാധിക്കാതെ ഏതളവ് വരെ നമുക്ക് ചിലതരം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയും. അവരിൽ പലർക്കും US കർഷകർക്കുള്ളതുപോലുള്ള വിഭവങ്ങളോ ചിലപ്പോൾ സബ്സിഡികളോ ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ സ്വന്തം ഉൽപാദനത്തിനും വരുമാനത്തിനും കിനും കോട്ടം തട്ടാതെ US നിർമ്മാതാക്കൾക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കുന്ന തരത്തിൽ നമുക്ക് ഇതെങ്ങനെ ഒരുവിധം സന്തുലിതമാക്കാൻ കഴിയും?
നമുക്ക് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ചില മേഖലകൾ ഉണ്ടാകാം. അതുകൊണ്ട് പൂർണ്ണമായി ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്ര ഗുണകരമായിരിക്കില്ല. എന്നാൽ എവിടെയാണോ നമ്മൾ അതെ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സ്വന്തം നിർമ്മാതാക്കൾക്ക് ചില നേട്ടങ്ങൾ നൽകി അവരെ സഹായിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് US വിപണിയിൽ ചില മേഖലകളിലേക്കുള്ള പ്രവേശനം, അവിടെ നമുക്ക് നമ്മുടെ പ്രവേശനം വിപുലീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് മികച്ചതെന്നും US എവിടെയാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതെന്നും ആഴത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. പ്രധാനമായും ഹ്രസ്വകാലത്തേക്ക് നമ്മൾ ഒരു ദുർബലമായ സ്ഥാനത്തു നിന്നാണ് ചർച്ചകൾ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം തിരിച്ചുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിൽ ചൈനയുമായി നേർക്കുനേർ മത്സരിക്കാൻ പോകുകയാണെങ്കിൽ US-ന് ആവശ്യമുള്ള ഒരു തന്ത്രപരമായ സഖ്യത്തിന്റെ ഭാഗമാകാൻ നമ്മൾ കണക്കുകൂട്ടണമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ കാരണം ഇത് ഈ ഭരണകൂടത്തിന് ഹ്രസ്വകാല കാഴ്ചപ്പാടുകളാണുള്ളത്. നോക്കൂ, നിങ്ങൾ ആയെക്കുറിച്ചുള്ള കാര്യം ഉന്നയിച്ചത് രസകരമാണ്. അതായത് ഇന്ത്യ ഒരു തരം ഒരു ചൈനയെ പ്രതിരോധിക്കാൻ US-ന്റെ ഭാഗത്തുനിന്ന് എതുനിന്ന് എന്നതായിരുന്നു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ക്വാഡ് നിലവിൽ വന്നത്. ഇന്ന് ക്വാഡിന്റെ പോലും ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ട്രംപ് ചൈനയുമായി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നേരിട്ട് ഇടപെടാൻ ശ്രമിക്കുകയാണെന്നും അതുവഴി ക്വാഡ് കൂടുതൽ അപ്രസക്തമാകാൻ സാധ്യതയുണ്ടെന്നും ഒരു ചിന്താഗതിയുണ്ട്. പിന്നെ ചോദ്യം ഇതാണ്: ട്രംപിന് ചൈനയ്ക്കെതിരായ ഒരു പ്രതിരോധമായി ഇന്ത്യയെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്തു ചെയ്യും? എനിക്ക് തോന്നുന്നത് മിക്കവാറും ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഭരണകൂടം അതിന്റെ ചില പ്രവർത്തനങ്ങളിൽ താരതമ്യേന ഹ്രസ്വകാലത്തേക്കാണ് ചിന്തിക്കുന്നത്. അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നതിനപ്പുറം അത് ചിന്തിക്കുന്നില്ല. എന്നാൽ പല രീതിയിലും അത് വിശ്വസിക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് വരുമ്പോൾ അതിന് ഒരു തരത്തിൽ തിരിച്ചു വന്ന് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമെന്ന് നമുക്ക് ഇടപാട് നടത്താം. പിന്നെ ഇതൊരു തരം എല്ലാം ഇടപാട് അടിസ്ഥാനത്തിലുള്ളതാണ്, കച്ചവടമാണ്. ഇന്ത്യക്ക് അതിന്റെ അതിർത്തിയിൽ ചൈനയെ കുറിച്ച് ആശങ്കകൾ ഉള്ളതും പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങൾക്കും സഹകരിക്കാൻ പൊതുവായ മേഖലകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കൂ എന്നതും കണക്കിലെടുക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഇടപാട് സാധ്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് US-ലെ ഈ ഭരണകൂടത്തിന്റെ മനസ്സിൽ എല്ലാത്തിനെയും വേർതിരിച്ച് കാണാൻ കഴിയും എന്നാണ്. നമുക്ക് വ്യാപാരത്തിൽ ഒരു ഇടപാട് നടത്താം, പക്ഷെ അതിനെ പ്രതിരോധത്തിലെ ഇടപാടിൽ നിന്ന് വേർതിരിക്കാം. അത് പിന്നീട് വരുന്നതാണ്. തീർച്ചയായും ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിരോധ സംഭരണങ്ങൾ മുതലായവയിൽ നിന്നും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ സഹകരണത്തിൽ നിന്നും US-ന് പ്രയോജനം ലഭിപ്പിക്കുമെന്നും ഇന്ത്യ സൂചിപ്പിക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിലും നല്ലൊരു വാക്കില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, US-ഉമായുള്ള ചർച്ചകളിൽ ഇന്ത്യക്ക് മേൽ ചുമത്താവുന്ന സ്വീകാര്യമായ ഒരു ടാരിഫ് എന്തായിരിക്കും? ഇവിടെ ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് 15% കൂടുതലുള്ള എന്തും ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതാണോ ഇന്ത്യ ലക്ഷ്യമിടേണ്ടത്? അങ്ങനെ ഒരു സംഖ്യയുണ്ടോ? ശരി, 0 എന്നത് മികച്ചതായിരിക്കും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്നതാണ് കാര്യം. കൂടാതെ നിങ്ങൾ കിഴക്കനേഷ്യയും ദക്ഷിണേഷ്യയും നോക്കുകയാണെങ്കിൽ അവിടെ ഉയർന്നു വരുന്നതായി കാണുന്ന ഇടപാട് 19%. അവരിൽ പലർക്കും അത് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പ്, ജപ്പാൻ പോലുള്ള വികസിത രാജ്യങ്ങൾക്ക് 15%, സിംഗപ്പൂരിന് 10%, US-നെ പ്രകോപിപ്പിക്കാത്ത ഒരു കൂട്ടം രാജ്യങ്ങൾക്ക് 10% ലഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ആ പരിധിയിൽ 10 മുതൽ 20 വരെ എന്തും മികച്ചതായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നിറവേറ്റാൻ ഭാരമേറിയതും പ്രയാസമേറിയതുമായ പ്രതിബദ്ധതകൾ നമ്മൾ നൽകാതിരിക്കുക എന്നതാണ്. ഞാൻ കരുതുന്നത് ജപ്പാനും യൂറോ ഏരിയയും വലിയ നിക്ഷേപങ്ങളിൽ പ്രതിബദ്ധതകൾ നൽകിയിട്ടുണ്ട്. അതിലെ വാഗ്ദാനം ആ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഭൂരിഭാഗവും US പോകുമെന്നാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എങ്ങനെ അവർ അത് നിറവേറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഇതൊരു സംസാരം മാത്രമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം നിലവിലുള്ളപ്പോൾ ഒരുവിധം പിടിച്ചു നിൽക്കാനും അതിനുശേഷം വീണ്ടും ചർച്ച നടത്താമെന്നും അവർ കരുതുന്നുണ്ടാവാം. പക്ഷേ മെച്ചപ്പെട്ട ഒരു ഇടപാട് ലഭിക്കുന്നതിനായി അത്തരം പ്രതിബദ്ധതകൾ നൽകുന്നത് വിവേകപൂർണമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി H1B വിസ വിഷയത്തിലേക്ക് വന്നാൽ ഈ ചർച്ചകളിൽ പോലും ഇന്ത്യ മേശപ്പുറത്ത് വെക്കേണ്ട ഒന്നായി നിങ്ങളത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഈ $1 ലക്ഷം ഫീസിന്റെ സ്വാധീനം ഹ്രസ്വകാലത്തും ദീർഘകാലത്തും നിങ്ങൾ എങ്ങനെ കാണുന്നു? അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു ജനകീയ ചിന്താഗതി ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഒന്നിനും ഒരു അളവ് കോലാകരുത്. അത് പറയുന്നത് ഈ പ്രതിഭകളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരൂ, അവർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകട്ടെ എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ എവിടെയാണ് ജോലികൾ? അവ എവിടെയാണ്? ശരി, ആ തടസ്സങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? അതുകൊണ്ട് അതിനുശേഷമുള്ള ജോലികളാണ് പ്രധാനം. ആദ്യം നമുക്കൊരു കാര്യം വ്യക്തമാക്കാം. കാലാലക്രമേണ ഇന്ത്യൻ കമ്പനികൾക്ക് H1B വിസകളുടെ ആവശ്യം കുറഞ്ഞു വരികയാണ്. കാരണം നേരിട്ടുള്ള സാന്നിധ്യത്തെക്കാൾ വെർച്വൽ നെറ്റ്വർക്കുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന്റെ ആവശ്യം കുറവാണ്. പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രോഗ്രാമർമാർക്ക് US ഓഫീസുകളിൽ പോയി ഇരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വ്യക്തമായും ഇന്ന് അത് വളരെ കുറവാണ്. അതുകൊണ്ട് H1Bയേക്കാൾ പ്രധാനം ഈ ഔട്ട്സോഴ്സിംഗിന് താരിഫ് ചുമത്തുമോ എന്ന ചോദ്യമാണ്. അതായിരിക്കും അവിടുത്തെ വലിയ ആശങ്ക. കൂടാതെ പലതരം വ്യക്തതകൾ വന്നിട്ടുണ്ട്. നിലവിലുള്ള H1Bയെ ബാധിക്കില്ല എന്നതും US ഒരു STEM ഡിഗ്രി കഴിഞ്ഞ് H1Bയിലേക്ക് മാറുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആ വില നൽകേണ്ടി വരില്ല എന്നതും അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോഴും US ഒരു കൂട്ടം ജീവനക്കാരെ നിലനിർത്താൻ വഴികൾ ഉണ്ടായേക്കാം. പക്ഷേ അവർക്ക് ഒരുപക്ഷെ US ഡിഗ്രി നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാനും ആ ജീവനക്കാരെ ഉപയോഗിക്കാനും ശ്രമിക്കേണ്ടി വരും. എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ കമ്പനികൾ എനിക്ക് ശരിക്കും അങ്ങോട്ട് ആരെയെങ്കിലും അയക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചേക്കാം എന്ന് ഞാൻ കരുതുന്നു. ഫ്രണ്ട് എൻഡ് ജോലി ചെയ്യാൻ ഞാൻ അവിടെ 1-2 പേരെ നിയമിക്കാം. പക്ഷേ പകരം ഞാൻ വെർച്വൽ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ലഭിക്കും ഒരുപാട് കൂടുതൽ ഒരു തരത്തിലുള്ള അവിടുത്തെ ഫ്രണ്ട് എൻഡിനെ പിന്തുണയ്ക്കാൻ ഞാൻ ഇവിടുത്തെ ആളുകളെ ഉപയോഗിക്കും. അതിനാൽ US ഫ്രണ്ട് എൻഡിനെ പ്രതിനിധീകരിക്കാൻ ഒരു നിശ്ചിത അളവിൽ നിയമനങ്ങൾ ഉണ്ടാകും. പക്ഷേ കൂടുതൽ ബാക്ക്-എൻഡ് ജോലികളും ഇന്ത്യയിൽ ചെയ്യപ്പെടും. അതുപോലെ H1B അടിസ്ഥാനത്തിൽ US നിയമനം നടത്തുന്ന ലോകത്തിലെ മൈക്രോസോഫ്റ്റുകൾ പോലുള്ള US കമ്പനികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം ആളുകളെ കൂടുതൽ പേരെ ഇന്ത്യയിൽ നേരിട്ട് നിയമിക്കുകയും എന്നാൽ അവരെ ഇന്ത്യയിൽ അവരുടെ GCCകളിൽ നിലനിർത്തി അവരുടെ ജോലി അയക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതുകൊണ്ട് ചില ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. US H1B കുടിയേറ്റം ഒരു തരത്തിൽ കുറയുമെന്നായിരിക്കും അതിന്റെ ആകെ ഫലം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് ആദ്യ നോട്ടത്തിൽ തോന്നിയ അത്ര മോശമായി തോന്നുന്നില്ല. ഹയേഴ്സ് ആക്ട് നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആ പോയിന്റ് ഉന്നയിച്ചത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ആശങ്ക എന്തെന്നാൽ ഇന്ത്യൻ സേവനങ്ങളുടെ ഔട്ട്സോഴ്സിംഗിന് താരിഫ് ഏർപ്പെടുത്തിയാൽ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ശരിക്കും കുഴപ്പത്തിലാകും. നിങ്ങൾ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇതെല്ലാം തുടങ്ങിയപ്പോൾ ട്രംപിന്റെ താരിഫുകൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആശ്രയിക്കരുതെന്നുള്ള ഇന്ത്യക്കുള്ള ഒരു ഉണർത്തുപാട്ടാണെന്നും
ആ 8-8.5% വളർച്ച നേടാൻ നമ്മളെ സഹായിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യക്ക് ഇതൊരവസരമാണെന്നും നിങ്ങൾ സൂചിപ്പിച്ചു. ഇന്ത്യ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചോട്ടെ? അതായത് ഈ വർഷത്തെ ഇന്ത്യയുടെ വളർച്ച അവർ മുൻപ് പ്രതീക്ഷിച്ചതിലും അല്പം മെച്ചമായിരിക്കുമെന്ന് IMF പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ താരിഫുകളുടെ ആഘാതം കണക്കിലെടുത്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അത് നിങ്ങൾക്കറിയാമല്ലോ അത്ര മികച്ചതായിരിക്കില്ലെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആവശ്യമായ ഈ ഘടനാപരമായ പരിഷ്കരണം എന്ന പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്ന് ശരിക്കും എന്തെങ്കിലും രൂപരേഖ വരുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കരുതുന്നു തീർച്ചയായും GST പരിഷ്കാരങ്ങൾ ഒരു പരിധി വരെ ഇതിൽ ചിലതുകൊണ്ട് പ്രേരിതമായതും GSTയെ കാര്യക്ഷമമാക്കാനുള്ള ഒരു നല്ല നടപടിയുമായിരുന്നു. തീർച്ചയായും നമുക്കിപ്പോൾ 3 സ്ലാബുകളുണ്ട് അല്ലെ? പക്ഷേ അത് ഒരു മുന്നോട്ടുള്ള ചുവടായിരുന്നു. ഞാൻ കരുതുന്നു വലിയ ചോദ്യം എന്തെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം നമ്മൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ബജറ്റിലല്ല, അതിന് മുൻപത്തെ ബജറ്റിൽ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ നിർദ്ദേശിക്കുന്നതിനായി ഒരു കമ്മിറ്റിയെ നിയമിച്ചത് ഞാൻ ഓർക്കുന്നു. ചീഫ് എക്കണോമിക് അഡ്വൈസർ അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിരുന്നു. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കൂടാതെ സംസ്ഥാനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു മത്സരവും ഉണ്ടാകണം. അത് കുറച്ചൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷേ പരസ്പരം മികച്ച സമ്പ്രദായങ്ങൾ നേടാനും നമ്മുടെ ആഭ്യന്തര സ്ഥാപനങ്ങൾക്കും അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഏതൊരു വിദേശ നേരിട്ടുള്ള നിക്ഷേപത്തിനും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാനും കൂടിയാണ്. അതിന്റെ ഒരു ഭാഗം തീർച്ചയായും നികുതി സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കുകയും ചിലപ്പോൾ ഏകപക്ഷീയമല്ലാതാക്കുകയും പിന്നെ ഞാൻ നിങ്ങൾക്ക് നികുതി ചുമത്തും, അടുത്ത 5 വർഷം കോടതിയിൽ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്ന രീതി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്. ഇതെല്ലാം നമ്മൾ വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാലക്രമേണ താരിഫുകളിൽ ഉണ്ടാകുന്ന വർധനവാണ് നമ്മൾ ശരിക്കും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് ഞാൻ കരുതുന്നു. US-മായുള്ള ചർച്ച വളരെ വിലപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ കരുതി. കാരണം അത് നമ്മളെ മറ്റു സ്ഥലങ്ങളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി എവിടെയൊക്കെയാണ് താരിഫുകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് കാണാൻ നമ്മുടെ സ്വന്തം താരിഫ് സംവിധാനത്തിലേക്ക് നോക്കാനും പ്രേരിപ്പിക്കും. ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ സഹായിക്കാൻ, ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായത്തിന് യഥാർത്ഥത്തിൽ സംരക്ഷണം ആവശ്യമില്ല. അതുകൊണ്ട് 2000കളുടെ തുടക്കത്തിൽ ലോകത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന ആ മനോഭാവം ഇന്ത്യൻ വ്യവസായത്തിന് വീണ്ടും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മനോഭാവം വീണ്ടും തിരികെ വരേണ്ടതുണ്ട്. കാരണം അവർ വളരെ നിരാശാഭരിതരായി. പഴയ ലൈസൻസ് പെർമിറ്റ് രാജ്യന്റെ രീതിയിലേക്ക് തിരികെ പോയി ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ അതൊരു ഉത്തരമല്ല. നമ്മൾ പുതിയ തരം വിതരണ ശൃംഖലകൾ ഉണ്ടാക്കണം. അത് US-ലൂടെ മാത്രമല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, കിഴക്കൻ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, ഇവയെല്ലാം നമ്മൾ കണ്ടെത്തേണ്ട സ്ഥലങ്ങളാണ്. കൂടാതെ ഇത് ഉണർത്തുപാട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ചെയ്യാനുള്ള ഒരു ഉണർത്തുപാട്ട്. ശരി, കുറച്ച് ബഡ്ജറ്റുകൾക്ക് മുൻപ് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. ഈ രാജ്യത്ത് ഒരു കാര്യം ഇല്ലാതാക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം അത് വർഷങ്ങളോളം മുങ്ങിപ്പോകും. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ സംസ്ഥാനങ്ങളെ ഒപ്പം ചേർക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തിന് സംസ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ചൈതന്യം, അല്ലാതെ നമ്മൾ ഇപ്പോൾ കാണുന്നതല്ല. അവസാനമായി മിസ്റ്റർ രാജൻ, ഞാൻ പറഞ്ഞതുപോലെ നയതന്ത്രത്തിലും സാമ്പത്തിക വ്യാപാര നയത്തിലും താരിഫുകളെ വ്യക്തമായി ആയുധമാക്കാൻ ട്രംപ് തീരുമാനിച്ച ഒരു ലോകത്ത് ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത് മാറാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ദശാബ്ദങ്ങൾക്ക് മുൻപുള്ള റൊണാൾഡ് റീഗന്റെ താരിഫുകളെ കുറിച്ചുള്ള പരാമർശങ്ങളോടുകൂടി കാനഡ പുറത്തിറക്കിയ ഒരു പരസ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ,
അവരോട് ദേഷ്യപ്പെട്ട് താരീഫുകൾ ചുമത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ശരി, ഇതിനുള്ള ഉത്തരം ആഭ്യന്തര രാഷ്ട്രീയം മാറ്റിവെച്ച് നമുക്ക് സാധിക്കുന്ന ഏറ്റവും ശക്തമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അതിനർത്ഥം നമുക്ക് ആഭ്യന്തരമായി കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണ്. നമുക്ക് വലിയൊരു വിപണിയുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വാങ്ങൽ ശേഷി തുല്യതയുടെ കാര്യത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർച്ച വർദ്ധിപ്പിക്കാൻ നമുക്ക് പല വഴികളുണ്ട്. നിങ്ങൾ ജോലികളെ കുറിച്ച് സംസാരിച്ചല്ലോ. നഗരപ്രദേശങ്ങളിലെ സേവനങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനർത്ഥം ഹൈടെക് ചിപ്പ് ഡിസൈനിങ്ങിൽ മാത്രമല്ല, പ്ലംബിംഗ്, മരപ്പണി, റോഡ് പണി, കൽപ്പണി തുടങ്ങിയ മേഖലകളിലും നമുക്ക് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കാം എന്നാണ്. നമുക്ക് നിർമ്മാണ രംഗത്ത് ശക്തമായ ഒരു വളർച്ചയുണ്ട്. താങ്ങാനാവുന്ന വിലയിലുള്ള ഭവനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഇനിയും കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ധാരാളം വഴികളുണ്ട്. പക്ഷേ അതിന് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വലിയ തോതിലുള്ള സഹകരണം ആവശ്യമാണ്. അവ പ്രതിപക്ഷ സംസ്ഥാനങ്ങളായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ നേതൃത്വത്തെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ സംസ്ഥാനങ്ങളിലെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാനാവില്ല. നമ്മൾ ഒരുമിക്കേണ്ടതുണ്ട്. വളർച്ച കൈവരിക്കാനായി ആഭ്യന്തര തടസ്സങ്ങൾ ഇനിയും കൂടുതൽ തകർക്കുക എന്നത് യഥാർത്ഥത്തിൽ മാർക്കാർണി കാനഡയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര തടസ്സങ്ങൾ തകർക്കാനും നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള വളർച്ച കൈവരിക്കാനും പിന്നെ മഹാരാഷ്ട്രയിലെ ജോലികൾ മഹാരാഷ്ട്രക്കാർക്ക് എന്നൊക്കെയുള്ള ഈ സംസാരം നിർത്താനും നമുക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതായത് തൊഴിൽ വിപണിയായാലും ചരക്ക് വിപണിയായാലും നമുക്കൊരു സംയോജിത വിപണി ആവശ്യമാണ്. നമുക്ക് ഇന്ത്യയിലുടനീളം ഒഴുക്കുകൾ ആവശ്യമാണ്. അതുവഴി മറ്റുള്ളവരുടെ ഭീഷണികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. കാരണം നമുക്ക് പറയാൻ സാധിക്കും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ അത്രത്തോളം വികസിപ്പിച്ചതുകൊണ്ട് നമ്മൾ സ്വയം തന്നെ വളരെ ശക്തരാണ്. അതുകൊണ്ട് ആന്തരികമായി നോക്കിയാൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ബാഹ്യമായി നോക്കിയാലും ഒരുപാട് സാധ്യതകളുണ്ട്. അറിയാമല്ലോ, ലോകത്തിലെ ഒരേയൊരു രാജ്യം US അല്ല. നമുക്ക് ബന്ധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുന്ന മറ്റു പലരുമുണ്ട്. ഭാവിയിൽ US തിരിച്ചു വരികയും കൂടുതൽ താല്പര്യമുള്ള ഒരു പങ്കാളിയാതിഥിയും ചെയ്തേക്കാം എന്ന സാധ്യത തുറന്നു വെച്ചുകൊണ്ട് ആ രണ്ട് രംഗങ്ങളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ശരി, ഒരു ഇന്ത്യ EU വ്യാപാര കരാർ ഉടൻ തന്നെ സംഭവിച്ചേക്കുമെന്ന് തോന്നുന്നു. UK-യുമായുള്ള ഒന്ന് ഇതിനകം കഴിഞ്ഞു. അതിനാൽ അത് ഇന്ത്യയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇന്ത്യക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞതായി തുടരുന്ന ഒരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാട് നൽകാനും ഞങ്ങളോടൊപ്പം ചേർന്നതിനും നന്ദി. രഘുറാം രാജൻ. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഉള്ളപ്പോൾ ഒരു ദിവസവും വിരസമാവില്ല. വളരെ നന്ദി. അപ്പോൾ ഈ ആഴ്ചത്തെ ഷോയിൽ ഇത്രമാത്രം. അടുത്ത ആഴ്ച ട്രാക്കിംഗ് ട്രംപിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ തിരികെ വരും. അപ്പോൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചെയ്യുക.